ഹോളിവുഡ് താരം സെയ്ഫ് അലി ഖാൻ്റെ വീട്ടിൽ അതിക്രമം നടന്നത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് വാർത്തകളിൽ നിറഞ്ഞതാണ്. അദ്ദേഹം ഇപ്പോൾ ചികിത്സയൊക്കെ കഴിഞ്ഞ് അല്പം അതിൽ നിന്ന് രക്ഷപ്പെട്ട് വീട്ടിൽ വന്നിട്ടുണ്ട്. അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് വരുന്ന രംഗങ്ങളൊക്കെ നമ്മൾ നമ്മുടെ മാധ്യമങ്ങളിൽ കണ്ടതാണ്. എന്തായാലും അദ്ദേഹം ഈ ഹോളിവുഡ് താരമായ സെയ്ഫ് അലി ഖാൻ രക്ഷപ്പെട്ടു എന്ന് തന്നെയാണ് കാണുന്നത്. തലനാരിഴയ്ക്കാണ് അദ്ദേഹം രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ വരുന്നൊരു സംഭവം, അദ്ദേഹം രക്ഷപ്പെട്ട് ജീവനൊക്കെ രക്ഷപ്പെട്ട് തിരിച്ചു വന്നെങ്കിലും അദ്ദേഹത്തിന് കിട്ടാൻ പോകുന്ന ഏകദേശം 15,000 കോടി രൂപയുടെ സ്വത്തുകൾ നഷ്ടമാകാൻ പോകുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. ലേറ്റസ്റ്റ് ആയിട്ട് സെയ്ഫ് അലി ഖാൻ തൻ്റെ കത്തിക്കുത്തിൽ നിന്നും കള്ളൻ്റെ കത്തിക്കുത്തിൽ നിന്നും ജീവൻ രക്ഷപ്പെട്ടെങ്കിലും അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന 15,000-ലധികം കോടി രൂപയുടെ വസ്തുക്കൾ നഷ്ടമാകുന്നു എന്നാണ്. എന്താണ് നമുക്കൊന്ന് നോക്കാം. എന്തായാലും ഇന്ന് 2 ദിവസം മുമ്പാണ് അദ്ദേഹം ആശുപത്രി വാസവും കഴിഞ്ഞ് തിരിച്ചെത്തിയത്. പിന്നാലെയാണ് നമുക്ക് ഈ വിവരം വരുന്നത്. 15,000 കോടിയുടെ സ്വത്തുക്കൾ നഷ്ടമാകുമെന്ന വാർത്തയാണ് പുറത്തു വന്നത്. പട്ടൗഡി കുടുംബത്തിൻ്റെ ഉടമസ്ഥയിലുള്ള, അതായത് പട്ടൗഡി കുടുംബത്തിൽപ്പെട്ട ആളാണ് ഈ സെയ്ഫ് അലി ഖാൻ. ഈ പട്ടൗഡി എന്ന് പറയുന്നത് ഇന്ത്യയിലെ പ്രമുഖമായ ഒരു രാജ കുടുംബങ്ങൾ, പഴയ മുസ്ലിം ഭരണാധികാരികൾ ഭരിച്ച രാജകുടുംബത്തിൽപ്പെട്ടവരുടെ ഒരു കുടുംബമാണ്, പ്രശസ്തമായ കുടുംബമാണ് പട്ടൗഡി കുടുംബം. ആ പട്ടൗഡി കുടുംബത്തിൻ്റെ ഉടമസ്ഥയിലുള്ള വസ്തു ശത്രു സ്വത്തായി പ്രഖ്യാപിച്ച് മധ്യപ്രദേശ് സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരായി സെയ്ഫ് അലി ഖാൻ്റെ ഹർജി മധ്യപ്രദേശ് ഹൈക്കോടതി തള്ളിയിരിക്കുന്നു എന്ന വിവരമാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ഭൂമി സർക്കാർ ഏറ്റെടുക്കാൻ തീരുമാനിച്ചു. അത് ശത്രു സ്വത്തായി കണ്ടുകൊണ്ട് സർക്കാർ എടുക്കാൻ തീരുമാനിച്ചു. അതിനെതിരായിട്ട് സെയ്ഫ് അലി ഖാൻ ഹൈക്കോടതിയിൽ പോയി. ഹൈക്കോടതി സെയ്ഫ് അലി ഖാൻ്റെ ഹർജി തള്ളിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ വരുന്നത്. അതോടുകൂടി ഇദ്ദേഹത്തിന് ഈ 15,000 കോടി രൂപയുടെ സ്വത്തുകൾ ഇനി കൈവശം വയ്ക്കാൻ പറ്റില്ല, സർക്കാർ ഏറ്റെടുക്കും എന്ന അവസ്ഥയാണ് വരുന്നത്. ഇതോടെ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ പട്ടൗഡി കുടുംബത്തിൻ്റെ 15,000 കോടി രൂപയുടെ സ്വത്ത് സെയ്ഫ് അലി ഖാൻ നഷ്ടമായേക്കും. സെയ്ഫ് അലി ഖാൻ്റെ കുടുംബം കൈവശം വയ്ക്കുന്ന മധ്യപ്രദേശിലെ 15,000 കോടി രൂപയുടെ സ്വത്താണ് സർക്കാരിന് ഏറ്റെടുക്കാനുള്ള വഴി ഇപ്പോൾ ഒരുങ്ങിയിരിക്കുന്നത്. ഭോപ്പാലിൽ കൊഹേഫിയ മുതൽ ചക്ലോദ് വരെയുള്ള നീണ്ടുകിടക്കുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഈ വസ്തുവകകൾ 2014 കസ്റ്റോഡിയൻ ഓഫ് എനിമി പ്രോപ്പർട്ടി വിഭാഗം സെയ്ഫ് അലി ഖാൻ നോട്ടീസ് നൽകിയത്. പട്ടൗഡി കുടുംബത്തിൻ്റെ കൈവശമുള്ള വസ്തുക്കൾ ശത്രു സ്വത്തായി പ്രഖ്യാപിച്ചായിരുന്നു നോട്ടീസ് നൽകിയത്. എന്താണ് ഈ ശത്രു സ്വത്ത് എന്നുള്ളത് ഞാൻ പിന്നാലെ നിങ്ങളോട് പറയാം. 2015 സെയ്ഫ് ഹൈക്കോടതിയെ സമീപിച്ചു ഇതിനെതിരായിട്ട്. അതായത് തൻ്റെ ഭൂമി ശത്രു സ്വത്തായി ഏറ്റെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയെ സമീപിക്കുകയും സ്റ്റേ നേടുകയും ചെയ്തു 2015. വിഭജന കാലത്ത് പാകിസ്ഥാനിലേക്ക് പോയി അവിടുത്തെ പൗരത്വം നേടിയവർക്ക് ഇന്ത്യയിലുണ്ടായിരുന്ന സ്വത്തുക്കളെയാണ് ശത്രു സ്വത്തായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. കാര്യം മനസ്സിലാവുമല്ലോ. അത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി വിഭജിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് ഇന്ത്യ വേണ്ട എന്ന് പറഞ്ഞ് ഇന്ത്യ വിട്ട് പാകിസ്ഥാനിലേക്ക് പോയതും ചൈനയിലേക്ക് പോയതുമായ കുറേ ആൾക്കാരുണ്ട്. അവരുടെ ഭൂമി, അവരുടെ സ്വത്തുക്കളെല്ലാം ഇവിടെ തന്നെ കിടന്നു. ആ സ്വത്തുക്കൾ ഇനി അത് രാജ്യത്തിൻ്റെ സ്വത്താണ്, അതിൻ്റെ പിൻതലമുറക്കാർക്കൊന്നും അവകാശമില്ല, അതാണ് ശത്രു സ്വത്തായി സർക്കാർ പ്രഖ്യാപിക്കുകയും അങ്ങനെ ഏറ്റെടുക്കാൻ തീരുമാനിക്കുകയും ചെയ്തത്. അങ്ങനെ ഭോപ്പാൽ നവാബിൻ്റെ ആയിരുന്നു ഹമീദുള്ള ഖാൻ്റെ മകൾ ആബിദ സുൽത്താൻ പാകിസ്ഥാനിലേക്ക് പോവുകയായിരുന്നു. അതേ ഭോപ്പാൽ നവാബിൻ്റെ മകളായിരുന്നു അവരുടെ മകൾ ആബിദ സുൽത്താൻ. അപ്പോൾ ഹമീദുള്ള ഖാൻ്റെ മകൾ ആബിദ സുൽത്താൻ പാകിസ്ഥാനിലേക്ക് ചേക്കേറിയിരുന്നു. ഇതോടെയാണ് പട്ടൗഡി കുടുംബത്തിൻ്റെ സ്വത്ത് ശത്രു സ്വത്ത് വിഭാഗത്തിൽപ്പെട്ടത്. സെയ്ഫിന് തിരിച്ചടിയായി എനിമി പ്രോപ്പർട്ടി ആക്ട് സെയ്ഫ് അലി ഖാന് തിരിച്ചടിയായിരിക്കുന്നത് അതുകൊണ്ടാണ്. എന്തായാലും കേന്ദ്ര സർക്കാരിൻ്റെ എനിമി പ്രോപ്പർട്ടി ആക്ട് ഇപ്പോൾ സെയ്ഫ് അലി ഖാന് ദോഷമായിട്ട് വന്നിരിക്കുന്നു എന്നാണ് കാണേണ്ടത്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുമ്പും ശേഷവും പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ സ്വത്തുക്കളുടെ കണക്കെടുപ്പും വില നിർണയവും നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നേരത്തെ നിർദ്ദേശം നൽകിയിരുന്നു. എല്ലാ സംസ്ഥാനങ്ങൾക്കും നിർദ്ദേശം നൽകിയിരുന്നു. 2068 എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരമാണ് നടപടി തുടങ്ങിയത്. കൈവശക്കാരെ ഉടൻ ഒഴിപ്പിക്കുകയും ബാങ്കുകളിലെ പണയപ്പെടുത്തലുകൾക്ക് വിലക്കേർപ്പെടുത്തുകയും ചെയ്തു. ഭൂമി കൈമാറി ആധാരം രജിസ്റ്റർ ചെയ്യാൻ പാടില്ലെന്ന് സബ് രജിസ്ട്രാർമാർക്ക്, ജില്ലാ കളക്ടർമാർക്കും
ലാൻഡ് റവന്യൂ കമ്മീഷണറേറ്റിൽ നിന്നും ഉടൻ നിർദ്ദേശം നൽകാനും തീരുമാനിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ പട്ടോടി ഭൂമിയും ഇനിയിപ്പോൾ അങ്ങനെ ആ തരത്തിൽ പിന്നെ കൈമാറ്റം ചെയ്യാൻ പാടാതെ ക്രയവിക്രയം ചെയ്യാൻ പറ്റാത്ത തരത്തിലുള്ള നിയമങ്ങൾ നടപ്പിലാക്കും എന്നാണ് കേൾക്കുന്നത്. എന്തായാലും പാകിസ്ഥാനിലേക്ക് കുടിയേറിയവരുടെ അവകാശികളോ മറ്റൊരാൾക്കോ സ്വത്തുക്കൾ കൈവശം നടത്തുകയും ചെയ്തിട്ടുണ്ട് എന്നതാണ്. എന്തായാലും ഇതേക്കുറിച്ച് കേന്ദ്ര രഹസ്യാന്വേഷണ ഏജൻസികൾ റിപ്പോർട്ട് നൽകിയതോടെയാണ് കേന്ദ്ര സർക്കാർ ഇടപെടൽ തുടങ്ങിയത്. പാകിസ്ഥാൻ, ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ സ്ഥിരതാമസമാക്കിയ 9400 ശത്രു സ്വത്തുക്കൾ രാജ്യത്തുണ്ടെന്നാണ് കണക്കുകൾ. നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാനിലേക്കും ചൈനയിലേക്കും പോയവരുടെ 9400 ഭൂമികൾ, സ്വത്തുക്കളുണ്ട് എന്നാണ് കണക്ക് വരുന്നത്. ജില്ലാതലത്തിൽ മൂല്യനിർണ്ണയം നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകി കഴിഞ്ഞിരിക്കുന്നു. നേരത്തെ തന്നെ നൽകിയിരുന്നു. ശത്രുസ്വത്തിൽ 9280 എണ്ണം പാകിസ്ഥാൻ പൗരത്വം സ്വീകരിച്ചവരുടേതാണ്. 126 എണ്ണം ചൈന സ്വദേശമാക്കിയവരുടെയുമാണ്. എന്നാൽ ഇനി നമ്മളിത് പറയേണ്ടത് കേരളത്തിലും ഇത്തരത്തിൽ ശത്രുസ്വത്തുണ്ട് എന്നാണ്. കേരളത്തിലും ഇത്തരത്തിൽ ശത്രുസ്വത്തുക്കളുണ്ട്. ഈ വസ്തുതകൾ സംരക്ഷിക്കാൻ കസ്റ്റോഡിയനെ നിയമിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം സംസ്ഥാന സർക്കാരിന് നിർദ്ദേശം നൽകിയിരുന്നു. ലാൻഡ് റവന്യൂ കമ്മീഷണറെ കസ്റ്റോഡിയനായി നിയമിച്ച് സർക്കാർ ഉത്തരവിറക്കിയെങ്കിലും തുടർ നടപടികൾ ഉണ്ടായില്ല. അത് കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കാരണം കേന്ദ്ര നിർദ്ദേശങ്ങളും കേന്ദ്ര നിയമങ്ങളും നടപ്പിലാക്കി എന്ന് കാണിക്കണം. കാരണം അതുകൊണ്ട് ലാൻഡ് റവന്യൂ കമ്മീഷണറെ കസ്റ്റോഡിയനായിട്ട് തീരുമാനിച്ചു കഴിഞ്ഞു. പക്ഷേ ഒരു നടപടിയും ഭൂമി ഏറ്റെടുക്കുന്ന നടപടി എടുത്തിട്ടില്ല. പ്രത്യേകിച്ച് മലപ്പുറത്താണ് കൂടുതലും ഭൂമികളുള്ളത്. അവിടെ എടുക്കാൻ ചെല്ലുമ്പോൾ അറിയാലോ ഉള്ള വോട്ട് പോകും. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളൊന്നും സർക്കാർ നിയമപരമായി സർക്കാർ ചെയ്യേണ്ട ബാധ്യത ഒന്നും ചെയ്യാതെ സർക്കാർ ഇങ്ങനെ കയ്യും കെട്ടിയിരിക്കുകയാണ്. കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ 63 വ്യക്തികളുടെ പേരിലുള്ള 40.59 ഏക്കർ ഭൂമിയാണ് ശത്രുസ്വത്തായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. മലപ്പുറത്താണ് ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത്. പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മലയാളികളുടെ സ്വത്തുക്കൾ 1968 എനിമി പ്രോപ്പർട്ടി ആക്ടിലെ വ്യവസ്ഥകൾ പ്രകാരം ശത്രുസ്വത്തായി പ്രഖ്യാപിച്ച് ഏറ്റെടുത്തെങ്കിലും സംരക്ഷിക്കുകയോ അതിർത്തി നിർണയം നടത്തുകയോ ചെയ്തിരുന്നില്ല. അത് നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വീഴ്ച തന്നെയാണ്. സർവേ, അതിർത്തി നിർണയം, വില നിർണയം തുടങ്ങിയ നടപടികൾ ഉടൻ പൂർത്തിയാക്കാനാണ് കേന്ദ്ര നിർദ്ദേശം. തുടർന്ന് കസ്റ്റോഡിയനായ ലാൻഡ് റവന്യൂ കമ്മീഷണറുടെ പേരിലേക്ക് പോക്കൊരു നടത്താനും നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ നടപടികൾ പൂർത്തിയാക്കിയ ശേഷമാകും എന്തിന് ഉപയോഗിക്കണമെന്നതിന് അടക്കമുള്ള കാര്യങ്ങൾ കേന്ദ്രം തീരുമാനിക്കുക. എന്തായാലും നമ്മൾ സെയ്ഫ് അലി ഖാൻ്റെ വലിയ ഒരു സ്വപ്നമാണ് നഷ്ടമായിരിക്കുന്നത്. അദ്ദേഹത്തിന് ജീവൻ കത്തുകുത്തിൽ നിന്ന് ജീവൻ തിരിച്ചു കിട്ടി. പക്ഷേ അദ്ദേഹത്തിന് അതോടൊപ്പം തന്നെ തിരിച്ചു പോയത് 15,000 കോടിയിലധികം രൂപയുടെ സ്വത്തുക്കളാണ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.